ഈ പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു അപഭ്രംശമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ജി സുധാകരൻ മാത്രമല്ലല്ലോ റിവോൾട്ട് ചെയ്തത്. റിവോൾട്ടല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞത്. എവിടെയെല്ലാം നമ്മൾ കണ്ടു. ഒറ്റപ്പാലത്ത് നമ്മൾ കണ്ടില്ലേ പി.കെ. ശശി, മലമ്പുഴയിൽ നമ്മൾ കണ്ടില്ലേ സുരേഷ്, തളിപ്പറമ്പിൽ നമ്മൾ കണ്ടില്ലേ പി.കെ. ഗോവിന്ദൻ, എത്രയോ പേരെ നമ്മൾ കണ്ടു. ആയിഷ പോറ്റിയെ നമ്മൾ കണ്ടില്ലേ. ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകാത്ത സംഭവം. അതേസമയം കോൺഗ്രസിലൊക്കെ ഉണ്ടാകാറുണ്ട്. സീറ്റ് കിട്ടിയില്ലേ പോയി. ഇവിടെ സീറ്റല്ല പ്രശ്നം. ഇവിടെ പലരും മത്സരിച്ചവർക്കും അറിയാം അവർ ജയിക്കില്ല എന്ന്. എന്താണ് അവർ മത്സരിച്ചത്? ജി സുധാകരന് MLA ആകുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം വർഷങ്ങളോളം MLA സ്ഥാനം കിട്ടാൻ അതിനു വേണ്ടി അങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന ഒരാളൊന്നുമല്ല. അധ്വാനിക്കുന്ന പാർട്ടിയോടൊപ്പം കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട് ഞങ്ങളുടെയൊക്കെ മേഖലകളിലും പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതൊരു പ്രതിഷേധത്തിൻ്റെ സ്വരമാണ് ഉയർന്നു വന്നത്. പി.കെ. ശശി, സുരേഷ്, തളിപ്പറമ്പിലെ ഗോവിന്ദൻ മാസ്റ്റർ അല്ലേ, പി.കെ. ഗോവിന്ദൻ, ടി.കെ. ഗോവിന്ദൻ, ഐഷ പോറ്റി, ഇതൊക്കെ പ്രതിഷേധത്തിൻ്റെ ശബ്ദങ്ങളാണ്. അവിടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇ.വി. ശ്രീധരൻ ഉയർത്തിപ്പിടിച്ച പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്ന് നമ്മളെ കാണിക്കുന്നത്. CP ജോണിനെ പറ്റി പറഞ്ഞു. CP ജോൺ 40 വർഷമായി ആ എടുത്ത നിലപാടിൽ നിന്ന് ഒരിക്കലും മാറാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തവണ എല്ലാവരും കൂടെ അങ്ങ് തീരുമാനിച്ചു, ഒരാളുടെ അഭിപ്രായ വ്യത്യാസമില്ലാതെ അദ്ദേഹം നിയമസഭയിൽ വേണമെന്ന് ഒറ്റക്കെട്ടായി UDF എടുത്ത ഒരു തീരുമാനമായിരുന്നു. അദ്ദേഹത്തിന് തിരുവനന്തപുരം സീറ്റ് മത്സരിപ്പിക്കണം എന്നുള്ളതിൽ UDF നേതൃത്വവും കോൺഗ്രസ് പാർട്ടിയും ഒറ്റക്കെട്ടായിരുന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു പക്ഷേ ഞങ്ങളോടൊപ്പം കൂടിയില്ലായിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്നുള്ളതൊന്നും ഞാൻ പ്രവചിക്കുന്നില്ല. പക്ഷേ സാധ്യതകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരാളാണ്. ആ സാധ്യതകൾ പലപ്പോഴും ഉറച്ച നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെ, അത് മാറിയില്ല. MER-നോടൊപ്പം ഏറ്റവും അവസാന കാലം വരെ നിന്നുകൊണ്ട് ആ നിലപാട് ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ അദ്ദേഹം കഴിഞ്ഞു. MER അന്നെടുത്ത നിലപാട് തെറ്റാണെന്ന് പറഞ്ഞവർ പിന്നീട് ആ നിലപാടിൻ്റെ പാതയിലൂടെ പോകാൻ ധാരാളം ശ്രമിച്ച് പരാജയപ്പെട്ടതും കേരള രാഷ്ട്രീയം കണ്ട കാര്യമാണ്. അപ്പോൾ EV പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ടാണ് ഈ അവാർഡിന് ഏറ്റവും അർഹനായ വ്യക്തി ശ്രീ ജി സുധാകരനാണെന്ന് പറയുന്നത്. അദ്ദേഹം ഞങ്ങളോടൊപ്പം ചേർന്നിട്ട് ഒന്നുമില്ല. അദ്ദേഹം സ്വതന്ത്രനായി അമ്പലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഒരു ചർച്ചയും ഇവിടെ നേരത്തെ പറയാറുണ്ട്, ഞങ്ങളൊക്കെ തമ്മിൽ ഒരു ചർച്ചയും നേരത്തെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു നിലപാടെടുത്തപ്പോൾ അദ്ദേഹത്തെ പോലൊരു പൊതുപ്രവർത്തകനെ അവിടെ നിന്ന് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് കൂടി ഉണ്ട് എന്ന് കരുതി ഞങ്ങൾ അങ്ങോട്ട് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയാണ് ചെയ്തത്. അത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, അത് ശരിയാണെന്നാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ വിശ്വാസം. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടെ, എൻ്റെ തൊട്ടടുത്ത മണ്ഡലമാണ്, നല്ല ഭൂരിപക്ഷത്തോടെ അദ്ദേഹത്തിന് എല്ലാ പാർട്ടിക്കാരും വോട്ട് ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അമ്പലപ്പുഴയിൽ ചെന്നപ്പോൾ എൻ്റെ പൊതുയോഗത്തിൽ പങ്കെടുത്തത് കോൺഗ്രസ്സുകാരായിരുന്നില്ല, കൂടുതലും പൊതുജനങ്ങളായിരുന്നു. ജനങ്ങളാണ് വന്നത്. അപ്പോൾ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അപ്പോൾ ഒരിക്കലും തൻ്റെ ആത്മവിശ്വാസം കളയാതെ ജനങ്ങളിലുള്ള തൻ്റെ ആത്മവിശ്വാസം പൂർണ്ണമായും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം മത്സരിച്ചത്. അത് ശരിയാണെന്ന് 4-ാം തീയതി നടക്കാൻ പോകുന്ന വോട്ടെണ്ണൽ തെളിയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മെഷീനിലുള്ള വോട്ടിനെ പറ്റി ഇനി കൂടുതൽ അവകാശവാദമൊന്നും പറയുന്നില്ല. ജയിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ശ്രീ ജി സുധാകരനെ അവിടുത്തെ ജനങ്ങൾക്കറിയാം. അവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാവാണ്. ഒരു പ്രതിഷേധമാണ്, അല്ലാണ്ട് ഒരു MLA ആകാനായിരുന്നില്ല എൻ്റെ വിശ്വാസം. അദ്ദേഹം തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയടക്കമുള്ളവർക്ക് 80 വയസ്സ് കഴിഞ്ഞാലും മത്സരിക്കാം. ജി സുധാകരനെ പോലെ തീച്ചുളയിലൂടെ വളർന്നു വന്ന നേതാക്കന്മാർക്ക് 70 കഴിഞ്ഞാൽ പിരിഞ്ഞു പോകണമെന്ന് പറയുന്ന, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും വേണം അത്. ആ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എന്നാ ഏജ് ബാർ വെച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടോ CP? ഏജ് ബാറൊന്നും ഞങ്ങൾ ഭരണഘടനയുണ്ടോ? ഇല്ല. അത് ഇഷ്ടമില്ലാത്തവരെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം. ഏതായാലും ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. EV ശ്രീധരൻ തീർച്ചയായും
ഇന്ന് ജീവിച്ചിരുന്നിരുന്നെങ്കിൽ അദ്ദേഹം ഉയർത്തിയ ആ പ്രശ്നങ്ങളൊക്കെ സത്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തത്തക്ക നിലയിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതുമായിരുന്നു എന്നതാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഇതിന് നേതൃത്വം കൊടുത്ത ഇന്ദ്രബാബുവിനെയും സഹപ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ പലപ്പോഴും നമ്മൾ മരിച്ചുപോയ ആളുകളെ പിന്നെ ഓർക്കാറില്ല. കാരണം അവരുടെ നിന്നും പിന്നൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഓർക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ആളുകളെ ഓർക്കുക എന്നുള്ളത് ഏറ്റവും ഒരു വലിയ കാര്യമാണ്. ആ ഓർമ്മകൾ നമുക്ക് കരുത്ത് നൽകും. തീർച്ചയായിട്ടും ഈ അവാർഡ് ശ്രീ ജി സുധാകരൻ്റെ സമഗ്രമായ സാഹിത്യ സംഭാവനകൾക്കും രാഷ്ട്രീയ ഭരണരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൾക്കും കൂടുതൽ കരുത്ത് നൽകും എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. EVയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.